എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിക്കറിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഉള്ളിക്കറിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയത് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് ഉള്ളി ഞാൻ ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് സവാള, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരൽപ്പം വാളംപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പുളിക്ക് പകരം തക്കാളി മാത്രമായിട്ട് നമുക്ക് ചേർക്കാം. അപ്പം ഞാനിതാ സവാളയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാനിതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കറിയിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള മാത്രമായിട്ട് ചേർത്തുണ്ടാക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി ഇനി ഗോൾഡൻ കളറാകുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വലിയ സ്പൂണിന്. ഇനി അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീയിലാണ് നമ്മളിത് പൊടി മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പുളിയില്ലേ, അത് പിഴിഞ്ഞ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം കുറച്ച് ഒഴിച്ചതിന് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ഒരിക്കലും കൂടി പോകരുത്, നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ആ പുളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നവരൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ചത് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ കറിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കറിയാണെങ്കിൽ നന്നായിട്ടൊന്ന് തിളച്ച്
ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യും. കാരണം ഈ കറി പിന്നെ നമ്മൾ ചട്ടിയിലിരുന്ന് തന്നെ വീണ്ടും തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് കഴിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ തിക്കായി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ കറി ഇതാ തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പം ഈ കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. നമുക്കിത് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. അപ്പം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.